ഹലോ, എല്ലാവർക്കും മിനിമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്തെന്നറിയോ, നമ്മുടെ പയറാണ് കേട്ടോ, വൻപയർ. അപ്പോൾ വൻപയർ ഞാൻ കഴുകി കുക്കറിലിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ, കല്ലൊക്കെ കാണും. നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ച വൻപയറാണേ. അപ്പോൾ അത് കഴുകി കുക്കറിലിട്ടു. എന്നിട്ട് നമ്മളതിനകത്ത് സവോള, കുഞ്ഞു സവോളയാണ് വേണ്ടത്. അപ്പോൾ ആ സവോള ഒരു 3-4 സവോള ചതുരങ്ങളാക്കി മുറിക്കിയ സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതും ചതച്ച് വെച്ചതും കൂടെ നമ്മൾ ഈ കുക്കറിനകത്തോട്ട് ചേർക്കുകയാണ്. ഓക്കെ, ഈ പയറിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ ഒരു 1/4 ടീസ്പൂൺ, എനിക്ക് ടീസ്പൂൺ കണക്കൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ, 1/4 ടീസ്പൂൺ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം നമ്മളിപ്പോൾ പയറിൻ്റെ പകുതി മതി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 3 വിസിൽ വരുന്നിടം വരെ അടച്ച് വെച്ച് വേവിക്കുക. 3 വിസിൽ മതി. എന്നിട്ട് നമുക്ക് 3 വിസിൽ വന്ന് ഞാനത് തുറന്നെടുത്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉടച്ചെടുക്കണം. ഓക്കെ, നന്നായിട്ട് ഉടച്ച് എടുക്കണം. അപ്പം കുറി കിട്ടും. അപ്പോൾ പയർ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിനെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെക്കുക. ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് വറ്റൽമുളക് ഒരു 2 എണ്ണം ഞാൻ കീറിയിടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഈ ഉള്ളിക്കൊരു ഒരു പച്ച മണമുണ്ടല്ലോ, ഉള്ളിയുടെ ഒരു പച്ച സ്മെല്ല്, അത് മാറി ഒരു ബ്രൗൺ കളർ ആകുന്നുണ്ട് വരെ ഇളക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വേണം കേട്ടോ ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന്. ഇപ്പം ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ ഒരു സ്പൂണോടെ എക്സ്ട്രാ മല്ലിപ്പൊടി എടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെയും ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി. ഇന്ന് ചൂടാക്കി എടുക്കുക നമ്മൾ കുക്കറ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ കേട്ടോ. ബൈ.